അവതാരപ്പിറവിയുടെ മുഴുവൻ രൗദ്രഭാവങ്ങളും ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പോൾ പേര് DK. മനസ്സിലായില്ല? വഴക്കടിക്കുന്ന എന്റെ വീട്ടുകാർക്കും നിങ്ങളുടെ മരുമക്കൾക്കും ഇടയിൽ ഈ വേഷത്തിൽ നിങ്ങളായിട്ട് ഞാൻ അവതരിച്ചു. മതി എന്ന് വെച്ചാ എന്റെ കോട്ടും ഡ്രസ്സും എടുത്തിട്ട് കോമാളി വേഷം കെട്ടിയെന്നല്ലേ? ദിസ് ഇസ് നോട്ട് കോമാളി വേഷം. ദിസ് ഇസ് DK സ്റ്റൈൽ. എങ്ങനെയുണ്ട്? സ്റ്റൈൽ അല്ലേ? പരമ ബോറായിട്ടുണ്ട്. അത് ശരി. അപ്പൊ നിങ്ങളുടെ ഈ കോലം പരമ ബോറാണെന്ന് നിങ്ങൾ എന്നെ സമ്മതിച്ചു അല്ലേ? എടി, ഒരാൾ അന്തസ്സായിട്ട് വേഷം കെട്ടുന്നതും ഒരു ചെന്നായി ആ കോലം കെട്ടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ചെന്നായോ? ഞാനോ? അതെ. നീ എന്ത് കരുതി എന്നെ പോലെ വേഷം കെട്ടിക്കഴിഞ്ഞാൽ ഞാനാവുന്നോ? അല്ല, ഈ വേഷം കെട്ടി നീ അവർക്ക് മുമ്പിൽ എന്ത് തോന്നിയാസാ കാണിച്ചത്? ഇനിയിപ്പോ അതിന് ഞാൻ സമാധാനം പറയേണ്ടി വരൂ? അയ്യോ, ഞാൻ തോന്നിയാസൊന്നും കാണിച്ചില്ല. ഞാനൊരു സമാധാനത്തിന്റെ ദൂത് പോയതല്ലേ. ദൂത് പോയ നീ ആരാ? ഹംസോ? ഭഗവാൻ കൃഷ്ണൻ പണ്ട് കൗരവസഭയിൽ ദൂത് പോയിട്ടില്ലേ? അതുപോലെ പരസ്പരം വഴക്കടിക്കുന്ന എന്റെ വീട്ടുകാർക്കും നിങ്ങളുടെ വൃത്തികെട്ട മരുമക്കൾക്കും ഇടയിൽ ഒരു സമാധാനത്തിന്റെ ദൂത് പോകാൻ കെട്ടിയ വേഷമാണ് മാഷേ ഇത്. കൊള്ളാം. പണ്ടത്തെ ഏതോ സിനിമയിൽ വില്ലൻ കോട്ടിട്ട് വന്ന പോലെ ഉണ്ട്. അങ്ങനെ തോന്നിയോ? സൂപ്പർ. അപ്പൊ എന്റെ ഉള്ളിൽ ഒരു വലിയ നടൻ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് മനസ്സിലാക്കിയല്ലേ? ഇങ്ങനെ കോലം കിട്ടിയാൽ മാത്രം നടിയാവില്ല. അതിനെ അഭിനയിക്കാനുള്ള കഴിവ് ജന്മസിദ്ധമായിട്ട് കിട്ടണം. ഇതിയുമ്മ കെട്ടിടം പണിയുന്നിടത്ത് കണ്ണ് കെട്ടാതിരിക്കാൻ വെക്കുന്ന കോലം പോലെയുണ്ട്. ആദ്യം നീ ആ മീശ അങ്ങ് പറിച്ചു മാറ്റി. ഇത് പറിച്ചു മാറ്റാനാ ഞാൻ ഇത്രയും നേരമായിട്ട് ശ്രമിച്ചോണ്ടിരുന്നേ. ഒട്ടിച്ചപ്പോ പശ കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു. ഇതിപ്പോ ഇളക്കാനും പറ്റുന്നില്ല, ഭയങ്കര വേദന. ഇനിയിപ്പോ ഇത് ഇളക്കാൻ പറ്റുമെന്ന് തോന്നുന്നൊന്നുമില്ല. ചേട്ടന് പറ്റെങ്കിലേ ഒന്ന് ഇളക്കി തരുമോ? വല്ല ബോധമുണ്ടോ നിനക്ക്? നിന്റെ വീട്ടുകാരെ വിളിച്ച് സമ്മാനങ്ങൾ കൊടുത്ത് സന്തോഷിപ്പിക്കാനേ പറഞ്ഞോളൂ. അല്ലാതെ അവരുടെ മുന്നിൽ നായ്ക്കോലം കെട്ടി നാടകം കളിക്കാൻ ആര് പറഞ്ഞു? കൊള്ളാം. എന്റെ തനി കോലത്തില് ഞാൻ അവരുടെ മുന്നിൽ സമാധാനം പറയാൻ ചെന്നിരുന്നെങ്കിലേ അവരെല്ലാരും കൂടി എന്നെ വലിച്ചു കീറി 16 ഒട്ടിച്ചേനെ. ഇപ്പം നിങ്ങളുടെ ഗെറ്റപ്പിൽ ചെന്നതുകൊണ്ട് അവർക്ക് എന്നോടൽപ്പം ബഹുമാനമൊക്കെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ജീവൻ തിരിച്ചു കിട്ടി. അല്ല, ഈ കറക്റ്റ് ടൈമിൽ നിനക്ക് ഈ തലതിരിഞ്ഞ ബുദ്ധി എവിടെ നടി കിട്ടുന്നത്? എന്റെ ഈ ബ്രെയിൻ വളരെ ഷാർപ്പാണ് മാഷേ. കൂർമ്മ ബുദ്ധി. ഇത് കൂർമ്മ ബുദ്ധിയല്ല, കുരുട്ടുബുദ്ധിയാ. കുരുട്ടുബുദ്ധി. നിന്നെ അവർ കൊല്ലാതെ വിട്ടത് ഭാഗ്യം. ഇല്ലെങ്കിൽ ദൂതുമായി ലങ്കയിൽ പോയ ഹനുമാനെ പോലെ അവരെല്ലാം കൂടി വാലിൽ തീ കത്തിച്ച് വിട്ടേനെ. അതിന് എനിക്ക് എവിടെ വാല്? പിന്നെ വാലിൽ കത്തിയ തീ കൊണ്ട് ഹനുമാൻ ലങ്കാ നഗരം മുഴുവൻ അഗ്നിക്കിരയാക്കി എന്നാ ബാക്കി കഥ. അത് മറക്കണ്ട. അല്ലാതെ തന്നെ നീ ഇവിടെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി വെച്ചേക്കുവാണല്ലോ. ആവശ്യമില്ലാത്തൊക്കെ ചെയ്തു കൂട്ടുന്ന മരക്കഴുത. ഓ, ഒന്നുമില്ലേ? അതെ, മീശ ഒന്ന് എടുത്തരൂ ചേട്ടാ. വല്ലാതെ വേദനിക്കുന്നു. നിങ്ങക്ക് പുണ്യം കിട്ടും. എനിക്ക് ആ പുണ്യം വേണ്ട. എനിക്ക് വേറെ ജോലിയുണ്ട്. നിന്റെ ചുണ്ട് ഒട്ടിപ്പിടിച്ചത് മാറ്റാനും നിന്റെ മീശ ഇളക്കി തരാനും ഞാൻ നിന്റെ അസിസ്റ്റന്റ് ഒന്നുമല്ല. വല്ല ബ്യൂട്ടി പാർലറിലും പോയി ഇളക്കാൻ നോക്ക്. ശരി, എന്നാ പിന്നെ ഈ കോലത്തിൽ തന്നെ അങ്ങ് പോയേക്കാം. ഞാൻ DKയുടെ കോലം കിട്ടിയത് നാട്ടുകാരൊക്കെ കണ്ട് നന്നായിട്ടങ്ങ് ചിരിക്കട്ടെ. ഞാൻ പോവാണേ. അതേ പോയി. എന്തേ പോണ്ടേ? അതെ, നീ എന്നെ നാണം കെടുത്താൻ കച്ച കെട്ടി ഇറങ്ങിയതാണല്ലേ? ശരി, പോന്നല്ലോ. എന്തേ
ഇവിടെ വന്നിരിക്കെ. എന്തിന്? ഇവിടെ ഇരിക്കാൻ. എന്തിനാന്ന്? ഇരിക്കണേ അങ്ങോട്ട്. എന്തോന്ന്? അപ്പൊ പേടിയുണ്ട് കൊച്ചുകളെ. തോല തിരിഞ്ഞ പണിയെല്ലാം കാണിച്ചു വെച്ചിട്ട് ഓടി ഇങ്ങോട്ട് വരും. ഇഡിയറ്റ്. ഇനി ഒരു തവണ കൂടി ഇത് ആവർത്തിച്ച നിന്നെ ഞാൻ വെറുതെ വിടില്ല. മനസ്സിലായോടി? അതാ ഇവിടെ ഇരിപ്പുണ്ട്. വേദനിച്ചോ? കണക്കായിപ്പോയി. സഹിച്ചോ? ആ പിന്നെ ഒരു മീശ എടുക്കാൻ ഹെൽപ്പ് ചെയ്തെന്ന് കരുതി ഇത്രയും വലിയ ക്ലാസ് ഒന്നും എടുക്കാൻ നിക്കണ്ട. എന്താ ഇതിന് താങ്ക്സ് ആര് പറയും? അതാണോ? അത് ഞാൻ തന്നെ പറയും. താങ്ക് യു സോ മച്ച്. ശരി ശരി, വയ്ക്കോ. എന്തൊരു അവതാരോടാ. ഇതെന്താ രണ്ട് സ്റ്റാച്ചു പോലെ ഇരിക്കുന്നേ? അമ്മ പറഞ്ഞത് നിങ്ങളും കേട്ടതല്ലേ? കുക്ക് ചെയ്യുന്ന കാര്യല്ലേ? വായിച്ചോടെ വാ. അങ്ങനെ VIP കളിച്ച് മാറി നിൽക്കാൻ ഞങ്ങള് സമ്മതിക്കില്ല. ചേച്ചിയോടല്ലേ ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞത്? ഞങ്ങളോട് സഹായിക്കാനല്ലേ പറഞ്ഞുള്ളൂ. വന്ന് വന്ന് നിനക്കെന്നെ ഒരു വിലയുമില്ലതായ ചിത്രേ. നിന്നെ ദുബായിൽ ഭർത്താവിന്റെ അടുത്തേക്ക് അയക്കാത്തതിന്റെ ദേഷ്യം ഇതുവരെയും തീർന്നില്ലേ? ഞാനല്ല അതിന് ഉത്തരവാദി. അമ്മ വന്ന് ചോദിച്ചാ എന്തു പറയണം? ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ലെന്നോ അതോ ഉണ്ടാക്കാമെന്നോ? പോയതിന്റെ അതേ വേഗത്തില് നമ്മുടെ അമ്മായിയമ്മ തിരിച്ചു വന്നു. ഇപ്പതേ കുടുംബം മൊത്തം വന്നു. അടുക്കള പണി ചെയ്യാൻ നമ്മളും. അവളെ പുറത്താക്കാൻ ചേച്ചിയെ കൊണ്ട് ജന്മത്ത് കഴിയില്ല. അവളിപ്പോ കൂടുതൽ ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുന്നത്. നമ്മളെ കൊണ്ട് സാരിയും പറയിപ്പിച്ചു. ഇപ്പൊ നമ്മളെ അടുക്കളയിലും ആക്കി. ഇനി അവൾക്ക് വേണ്ടി നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണ്ടേ? അവള് വന്ന് നന്നായി കഴിച്ചിട്ട് പോകും. എന്തൊരു ഗതികേടായത്. ഈ ഗതികേട് തൽക്കാലം നമ്മൾ സഹിച്ചേ പറ്റൂ. അവസരം വരും. അപ്പൊ അവളെ നമുക്കിവിടുന്ന് ഇറക്കി വിടാം. തൽക്കാലം അമ്മ പറഞ്ഞതനുസരിക്കാം. വാ. Cooking is very interesting. Come on. ചെല്ല്. ചിത്ര. തൊട്ടരികിൽ പ്രിയമുണ്ടായിട്ടും എനിക്ക് എന്നിനെ പോലെ മാറി നിൽക്കേണ്ടി വരുന്നു.
നാശം. ആ ജ്യോതി എന്റെ പിന്നാലെയുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്ക് എപ്പോഴേ സൂര്യ യാത്രയാക്കിയനെ ഞാൻ. പ്രിയ ഇതിനകം എന്റെ ഭാര്യയാവുമായിരുന്നു. എന്തിനാ സൂര്യ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഒരുമിച്ച് ജീവിച്ചപ്പോ നീ എന്റെ ജീവിതം നരകമാക്കി. ഇപ്പോ വീണ് കിടന്നിട്ടും നീ എന്റെ ജീവിതം നരകമാക്കിയല്ലോ. ഞാൻ സ്നേഹിച്ചവളെ കൊണ്ട് നിന്റെ വിഴുപ്പലക്കിക്കുന്നു. രാപ്പകലില്ലാതെ അവൾ നിന്നെ നോക്കി ജീവിക്കുന്നു. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നിനക്ക് ഞാൻ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ സൂര്യ? ദ്രോഹിച്ചത് മുഴുവൻ എന്നെയല്ലേ? നമ്മൾ ഒരുമിച്ച് ജീവിച്ച ദിവസങ്ങൾ ഓർക്കുമ്പോ എനിക്കിപ്പോ ഭയവാ. നീയോ എനിക്ക് സ്നേഹം തന്നില്ല. അതുകൊണ്ടാ ഞാൻ പ്രിയെ സ്നേഹിച്ചു പോയത്. എല്ലാവർക്കും അവരവരുടെ സുഖവും സന്തോഷം തന്നെയാ വലുത്. എന്റെ ജീവിതം തകർത്തപ്പോ നിനക്ക് സന്തോഷായില്ലേ? നിന്റെ ഈ കിടപ്പ് കാണുന്നത് എനിക്ക് ദുഃഖമാണ്. പക്ഷേ ഇത് നീ സ്വയം വരുത്തി വെച്ചതാ. എങ്കിലും നിന്നോട് എനിക്കൊരു ദേഷ്യമില്ല കേട്ടോ. നീ സുഖമായിട്ട് എണീറ്റ നമുക്ക് സന്തോഷമായിട്ട് തന്നെ പിരിയാം. എന്റെ വാക്കുകൾ നിന്റെ മനസ്സിൽ ഒരു സ്ലോ പോയിസൺ പോലെ കയറുന്നുണ്ടെന്ന് എനിക്കറിയാം പ്രിയ. ഇവളെ നീ തന്നെ കൊല്ലും. അതിനുള്ള അവസരം ഞാനുണ്ടാക്കും. പ്രിയ, ഇവളെ നല്ലതുപോലെ തന്നെ നീ നോക്കണം. ഇവൾ എണീറ്റാലേ നമുക്കൊരുമിച്ചൊരു ജീവിതം ഉണ്ടാവും. കണ്ടില്ലേ അവളുടെ കണ്ണ് നിറഞ്ഞത്? എന്റെ സങ്കടം അവൾക്ക് മനസ്സിലായി. ഇനി നിനക്കും എന്നെ മനസ്സിലാവും. പോട്ടെ. കേട്ടില്ലേ സൂര്യ, അവൻ പറഞ്ഞിട്ട് പോയതൊക്കെ? എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു രൂപവുമില്ല. ഒരു തീരുമാനത്തിലെത്താൻ എനിക്ക് പറ്റുന്നില്ല. ഈ കൺഫ്യൂഷനിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടത് നീയാ. അവിനാശിനെ പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നില്ല. നീ പറയുന്ന വാക്കുകളാ എനിക്ക് വിശ്വാസം. നീ എഴുന്നേൽക്കുന്ന ദിവസവും കാത്ത് ഞാൻ ഇരിക്കുന്നത് അതിനു വേണ്ടി മാത്രമാ. എണീറ്റാലേ നമുക്കൊരുമിച്ചൊരു ജീവിതം ഉണ്ടാവും.
എന്തായാലും എല്ലാം നന്നായിട്ട് അവസാനിച്ചൊരു സന്തോഷം. പക്ഷേ മോനോട് എനിക്കൊരു അപേക്ഷയുണ്ട്, പറഞ്ഞോട്ടെ? അങ്കിൾ എന്നോട് അനുവാദം ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. പറഞ്ഞോളൂ അങ്കിൾ, ഞാൻ എന്താ ചെയ്യേണ്ടത്? കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് വീട്ടിലേക്ക് ഇതുവരെ വന്നില്ല. നാട്ടുകാരും അയൽപ്പക്കാരും ഒക്കെ മരുമകനും മകളും എന്താ വിരുന്നിന് വരാത്ത എന്നൊക്കെ ചോദിക്കുന്നു. നാട്ടുകാര് മാത്രമല്ല, ബന്ധുക്കളും പറഞ്ഞു തുടങ്ങി. ഓഫ് കോഴ്സ്, ഡെഫിനറ്റ്ലി അവര് ചോദിക്കും. മരുമകനല്ലേ, വിരുന്ന് ചെല്ലേണ്ടത് അവന്റെ കടമയല്ലേ. 2 ദിവസം കഴിഞ്ഞ കുടുംബക്ഷേത്രത്തിൽ ഉത്സവാ. വിളിച്ചാ വിളിയേക്കുന്ന ദേവിയാ. ഈ ഉത്സവത്തിന് നിങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം. ചടങ്ങുകളൊക്കെ വീട്ടിൽ വെച്ച് തന്നെ. വൈ നോട്ട്, തീർച്ചയായിട്ടും വരും. അല്ലേ മോനെ? അവൻ വരും, തീർച്ചയായിട്ടും അവൻ വരും. എന്റെ പ്രോഗ്രാം ഇപ്പൊ പറയാൻ പറ്റില്ല. വാട്ട് പ്രോഗ്രാം? അമരാവതി ടു TK റെസ്റ്റോറന്റ്, അതല്ലേ നിന്റെ പ്രോഗ്രാം? അതൊക്കെ നമുക്ക് മാറ്റാം. സുധാരണരെ, വി വെൽക്കം. ഹാപ്പി ആയിട്ട് ഗോ. ഒരുപാട് സന്തോഷമുണ്ട് പത്മാവതി അമ്മേ. ഒരു പെൺകുട്ടിയുടെ അച്ഛനല്ലേ, ദേഷ്യം കൊണ്ട് കുട്ടികളോട് എന്തൊക്കെയോ പറഞ്ഞു. വലിയ മനസ്സുകൊണ്ട് നിങ്ങൾ എന്റെ കുട്ടിയെ വീണ്ടും സ്വീകരിച്ചു. മകൾ ഭർത്താവിന്റെ വീട്ടിൽ സന്തോഷത്തോടെ കഴിയുന്നതാ ഏതൊരച്ഛന്റെയും സന്തോഷം. ഡോണ്ട് വറി സുധാരണരെ, ഐ കെയർ. ഞാൻ നോക്കിക്കോളാം. ഉത്സവത്തിന് DK വരുമല്ലേ? വരും, ഞാൻ കൊണ്ടുവരും. നോ ചേഞ്ച്. പത്മാവതി അമ്മയുടെ വാക്ക് എനിക്ക് വിശ്വാസ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അമ്മയെ കൊടുത്ത വരം വല്ലതും പാലിക്കാൻ പറ്റുമോ? വാട്ട് വരം? ഓ, ഞാൻ നിന്റെ അച്ഛനോട് പറഞ്ഞതോ? ബേട്ടി, ദിസ് ഈസ് പത്മാവതി അമ്മ ഫ്രം അമരാവതി. നോ വേർഡ്, നോ ചേഞ്ച്. വാക്ക് പറഞ്ഞാൽ അത് നടത്തും ഞാൻ. കമോൺ ബേട്ടി, കമോൺ, കമോൺ ബേട്ടി. ഓ അമ്മേ, ഒരു വലിയ അപകടത്തിൽ നിന്നാ രക്ഷപ്പെട്ടത്. എന്തായിരുന്നു അംഗം? എന്റെ ഫാമിലിയും ഇവിടത്തെ മരുമക്കളും. യുദ്ധമല്ലായിരുന്നോ യുദ്ധം? അങ്ങോട്ടൊരു വെട്ട്, ഇങ്ങോട്ടൊരു വെട്ട്. ഓതിരം കടകം മറുകടകം. എല്ലാ അടവുകളും പയറ്റിയിട്ട ഒരു തരത്തിൽ അവിടെ നൂരാൻ പറ്റിയത്. ഇനി ആ CBI കാരന്റെ കാര്യം കൂടി തീർത്തു കൊടുത്താ എന്റെ ഇവിടത്തെ റോള് തീർന്നു. എന്റെ കാര്യത്തിൽ DK എന്നെ ചതിച്ചിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ സുപ്രിയയുടെ കാര്യത്തിൽ DK നിരപരാധിയായിരിക്കും. അത് മനസ്സിലാക്കണമെങ്കിൽ സുപ്രിയയുടെ മരണത്തെപ്പറ്റി കൂടുതൽ അറിഞ്ഞേ പറ്റൂ. ഞാൻ ചോദിച്ച പണം നിങ്ങൾ തരുന്നത് വരെ ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിക്കും. എന്റെ ഭാര്യയായിട്ട് താമസിക്കാൻ പറ്റില്ല. വേണ്ട, ഞാനായിട്ട് തന്നെ താമസിച്ചോളാം. എന്താ നോക്കുന്നു? നിങ്ങളെന്ത് നോക്കുന്ന? കണ്ടിട്ട് നീ എന്തോ കുഴപ്പമുണ്ടാക്കിയ മട്ടുണ്ടല്ലോ. അത് നിങ്ങളുടെ തോന്നല. ഞാൻ ഇവിടെ ഒരു കുഴപ്പം ഉണ്ടാക്കിയിട്ടില്ല. നീയുള്ളിടത്ത് കുഴപ്പം സ്വയം ഉണ്ടാവുമല്ലോ. എന്റെ പൊന്നു ചേട്ടാ, മതി. സ്ത്രീകൾ ഇങ്ങനെ ചവിട്ടി താഴ്ത്തരുത്. ഞാനിപ്പോ എന്താ ചെയ്ത്? ടീം അമരാവതിയും ടീം സരോവരവും 2 സൈഡിലും നിന്ന് ഫയർ ചെയ്തപ്പോ വെള്ളം ഒഴിച്ച് തീ കെടുത്തുന്ന പോലെ കുറച്ച് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് ഞാൻ അവരെ ശാന്തമാക്കി. അതിനെന്നെ അഭിനന്ദിക്കല്ലേ വേണ്ടത്? നിങ്ങളുടെ വൈഫ് ഗ്രേറ്റ് ആണെന്ന് നിങ്ങൾ 4 ആളോട് പറഞ്ഞ് അഭിമാനിക്കു ചേട്ടാ. നീ കൂളാക്കിയാലും ഫൂളാക്കിയാലും എനിക്കൊന്നുമില്ല. ഇനി ഇതുപോലെ ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. പിന്നെ എനിക്കതാണല്ലോ പണി. ഒന്ന് പോ മാഷേ. ഇത്രയൊക്കെ ചെയ്ത് എന്റെ കഴുത്തിൽ നിങ്ങൾ താലി കിട്ടിയത് എന്തിനാന്ന് എനിക്ക് അറിയണം.
സത്യത്തിൽ നിങ്ങളൊരു മനുഷ്യനാണോ? യു ആർ എ സാഡിസ്റ്റ്. Shut up. എന്താ നോക്കുന്നേ? ഓർത്തുപോയതാ. എന്ത്? അല്ല, അന്ന് നീ എന്നെ കിഡ്നാപ്പറെന്നോ ബ്ലാക്ക് മെയിലർന്നോ ഒക്കെ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞല്ലോ. എന്നെ ജയിലിലേക്ക് അയക്കുമെന്നോ മറ്റോ. എന്നിട്ട് എന്തേ ജയിലിൽ നിന്ന് വണ്ടിയൊന്നും വന്നില്ലേ? അത്